ഇടുക്കി അസോസിയേഷൻ കുവൈറ്റ് ഓണാഘോഷങ്ങൾ സംഘടിപ്പിച്ചു. കവത്തിൽ വെച്ച് നടത്തിയ ആഘോഷ പരിപാടികളിൽ 300-ലധികം അംഗങ്ങൾ പങ്കെടുത്തു. പ്രസിഡന്റ് ജെയ്സൺ അധ്യക്ഷത വഹിച്ചു. നെക്സൺ ജോർജ് ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം കൺവീനർ ഡൈസ്, സാജു പോൾ, ജോയി, സെക്രട്ടറി ബെർലി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ജനറൽ സെക്രട്ടറി ബിജു സ്വാഗതവും ട്രഷറർ മാത്യു നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കായിക മത്സരങ്ങളും നിരവധി കലാപരിപാടികളും അരങ്ങേറി. ഒരു നല്ല കാലത്തിന്റെ സ്മരണയുണർത്തുന്ന നമ്മുടെ ദേശീയ ഉത്സവമായ തിരുവോണത്തിന്റെ മംഗളം. പുതിയ ആളുകളൊന്നും ചുണ്ടനക്കുന്നില്ല, കാരണം നമുക്കറിയില്ല. അപ്പോൾ നമ്മുടെ ഓണം എന്ന് പറയുന്നത് എല്ലാം ഈ പാട്ടിലെല്ലാം ഉണ്ട്. അപ്പൊ അതിനകത്ത് ഞാൻ തുടങ്ങുകയാണ്. നമ്മുടെ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രസക്തമായ ഒരു ലൈനാണിത്. കമ്മിറ്റിയുടെ പേരിൽ ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാനൊക്കെ എളുപ്പമാണല്ലോ എന്നും കരുതി അവിടെ നമ്മൾ പലരെയൊക്കെ അന്വേഷിക്കുകയൊക്കെ ചെയ്തു. അതിൻ്റെയൊക്കെ ഒരു പ്രധാന കാരണം നമ്മളൊക്കെ തന്നെയാണ് ഇതുപോലുള്ള ഓരോ നേതാക്കന്മാരെ വളർത്തി വിട്ടതും ഓരോരുത്തരെ വോട്ട് ചെയ്ത് ഓരോ സ്ഥാനങ്ങളിൽ എത്തിച്ചു. എന്തുകൊണ്ട് ആ സമൃദ്ധി കേരളത്തിൽ നിന്ന് അന്യം നിന്ന് തോന്നുന്നു? തീർച്ചയായിട്ടും അത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ആദ്യം ചിന്തിച്ചു തുടങ്ങേണ്ടത്. കാരണം സമൃദ്ധി അല്ലെ, നമ്മൾ വളർത്തുന്ന കുഞ്ഞുങ്ങൾ, അവർക്ക് കാണിച്ചു കൊടുക്കുന്ന മാതൃകകൾ, നന്മ, ഇതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രധാന കാരണങ്ങൾ. നമ്മളൊക്കെ ഇവിടെ പ്രവാസികളായിട്ട് എത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഓരോ ലക്ഷ്യത്തോടു കൂടിയാണ്, താല്പര്യങ്ങളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ സമൃദ്ധിയും ഐശ്വര്യമൊക്കെ നമുക്ക് തിരിച്ചുകൊണ്ടുവരാൻ നാം ഓരോരുത്തരായിട്ട് പ്രവർത്തിക്കേണ്ടതാണ്. ആ പ്രവർത്തനം എങ്ങനെയാണ്? താല്പര്യങ്ങളാണ് മനുഷ്യനെ ഓരോ മറ്റു വഴിയിലേക്ക് തിരിച്ചുവിടുന്നത്. എനിക്ക് താല്പര്യങ്ങളുണ്ട്, തീർച്ചയായിട്ടും നന്നായി നല്ല വീട് വെക്കണമെന്നും നല്ല വണ്ടി ഓടിക്കണമെന്നും ഷൈൻ ചെയ്യണമെന്നും മിടുക്കനാണെന്നും ഒക്കെ. പക്ഷെ ആ താല്പര്യങ്ങൾ നമ്മുടെ കൂടെയുള്ളവരുടെ അവകാശങ്ങളെ പിടിച്ചു വാങ്ങിക്കൊണ്ടാവും. നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ വളരുക, ആ വളരുന്ന കൂടെ നമ്മുടെ കൂടെയുള്ളവർക്ക് ഒരു കൈത്താങ് കൊടുക്കുക. ആ കൈത്താങ് കൊടുത്തു കഴിയുമ്പോൾ അവനും അവൻ്റെതായ രീതിയിലൂടെ വളരും, അല്ലെങ്കിൽ അവനെ ഉപദ്രവിക്കാതിരിക്കുക. അങ്ങനെ ജീവിതത്തിൽ നമ്മൾ മാതൃകയാവുമ്പോഴാണ് നമ്മൾ ആ പഴയ മാവേലി മന്നനെ തിരികെ കൊണ്ടുവന്ന് ഓരോ വർഷം ആചരിക്കുന്ന പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ആ ഐശ്വര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റുക. ഇപ്പോൾ ഈ കൂട്ടായ്മയുടെ ഒരു ഐശ്വര്യം ഞാൻ ശ്രദ്ധിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത്രയും ദൂരം താണ്ടി പല മേഖലകളിൽ നിന്നും നൈറ്റ് ഷിഫ്റ്റും പല ജോലികളും ഉള്ളവർ ഇവിടെ എത്തിച്ചേർന്നെങ്കിൽ, ഈ 300 ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്നെങ്കിൽ തീർച്ചയായിട്ടും ആ കൂട്ടായ്മയ്ക്ക് ഒരു നല്ല ശക്തിയുണ്ട്, നല്ലൊരു ഐശ്വര്യമുണ്ട്. ഇത് തന്നെ ആയിരിക്കട്ടെ ഇതിൻ്റെയൊക്കെ തുടക്കങ്ങൾ. ജാതിയോ മതങ്ങൾക്കോ അപ്പുറം, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കിടമത്സരങ്ങൾക്കൊക്കെ അപ്പുറം പ്രവർത്തനങ്ങളിൽ സമാധാനം ഉണ്ടാകട്ടെ. അതിന് നമുക്ക് ചെയ്യേണ്ടത് 1-2 കാര്യങ്ങളേ ഉള്ളൂ. താല്പര്യങ്ങൾ വളരട്ടെ, സമ്പാദിക്കാനുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. അതിൻ്റെ കൂടെ മറ്റുള്ളവരുടെ അവകാശങ്ങളെ നിഷേധിക്കരുത്. ഒരു സാധാരണക്കാരൻ്റെ അവകാശങ്ങൾ നമുക്ക് നിഷേധിക്കപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, നമ്മളൊരു നേതൃത്വത്തിനെ വളർത്താൻ വേണ്ടി അയാൾക്ക് വേണ്ടി നെട്ടോട്ട് ഓടുമ്പോൾ അധികം ഒച്ചവെക്കാനും സംസാരിക്കാനും ഒന്നും കഴിവില്ലാത്ത സാധാരണ വോട്ട് ചെയ്യുന്ന സാധാരണ ജനങ്ങളുണ്ട്. അവർ നോക്കൂത്തിയെ പോലെ ഈ നേതാക്കന്മാരുടെ കിടമത്സരത്തിൽ നിൽക്കുകയാണ്. അതിനുള്ള അവസരങ്ങൾ കൊടുക്കാതെ നാം ഓരോരുത്തരും അവരവരുടെ മേഖലകളിൽ വളർന്നുകൊണ്ട് അവരവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ അവകാശങ്ങളെ ചെയ്യാൻ അനുവദിക്കുക. അതുകൊണ്ട് നമ്മുടെ താല്പര്യങ്ങൾ വളർന്നതോടൊപ്പം മറ്റുള്ളവരുടെ അവകാശങ്ങളും സാധാരണക്കാരന്റെ അവകാശങ്ങളും നിഷേധിക്കപ്പെടാതെ ഒരു കെട്ടായി ഇതുപോലുള്ള ഐശ്വര്യ ദിനങ്ങൾ ഇനിയും ഇടുക്കി ആൾക്കാരുടെ ഇടയിൽ ധാരാളമായിട്ടുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. ആഘോഷമാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത്. എല്ലാവർക്കും ഹൃദ്യമായ ഒരു സമ്പൽ സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും പരസ്പരം പങ്കുവെക്കലിന്റെയും
വീണം ഈ കുമ്മിയടിച്ചിടണം കല്യാണി കരവേടി സുഖവാടി ശുശ്രൂടി പൂവമ്പന്റെ കോലച്ചു വെച്ചൊരു കരിമ്പുവില്ലത്ത പടത്തലവാ വളെടുത്തു വീശല ഞാനത് മുരിക്കും പൂവാക്കും അല്ലിമല കുളക്കട നന്ദി മാവ കേട്ടോ. और दीवानो मुझे पहचानो सारा पहचानो मैं तो പ്ലീസ്. പാമ്പുകൾക്ക് വാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്.